ആ, ഈ പിള്ളേരുടെ ഒരു കാര്യം ഇവിടെ കൊണ്ട് വെച്ചേക്കുക. ഹലോ, ആ യോസേട്ടാ, എന്നാണ്ട്? എന്നാ ഉണ്ട് വിശേഷം? പിന്നെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോഴേ എനിക്കൊരു ഉപകാരം ചെയ്യണം, ചെയ്തേ പറ്റൂ. നമ്മുടെ 2 നേഴ്സസ് ഇന്ന് നാട്ടിൽ നിന്ന് എയർപോർട്ടിൽ വരുന്നുണ്ട്. വരുന്ന വഴി അവരെ പ്ലേസ് ചെയ്യാന്ന് വെച്ച് ഞാൻ ആ റിച്ചാർഡിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. റിച്ചാർഡോ? ആ ന്യൂയോർക്ക് മെഡിക്കൽ സെന്ററിലെ നേഴ്സിംഗ് മാനേജർ ഇല്ലേ, അയാള്. റിച്ചാർഡ് തന്നെ, അത് തന്നെ. ആ തീറ്റിപ്പണ്ടാരത്തിന് രാവിലെ സിറ്റിയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന്. ഞാനാണ് ട്രാഫിക്കിലായി പോവുകയും ചെയ്തു. നീ ഒരു കാര്യം ചെയ്യ്, അവരെ പിക്ക് ചെയ്ത് ആ ഗസ്റ്റ് ഹൗസിലൊന്നും ഉണ്ടാക്കുവോ പ്ലീസ്? അതിപ്പോ വാൻ റിൻസ് കൊണ്ടുപോയിക്കോളേ ചേട്ടാ. അത് നിന്റെ വണ്ടിയില്ലേ, അവന്മാർ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളും. അവന്മാരാണോ? എങ്കിലാണ് എന്റെ വണ്ടി തന്നെ ധാരാളം. ഓക്കെ, ഞാനേറ്റു, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെടാ, ബൈ. എന്തൊരു തണുപ്പ്! ഇതൊന്നും ഒരു തണുപ്പല്ല, അടുത്ത മാസം വരാൻ പോണ തണുപ്പാ തണുപ്പ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ കാറാ കയറിയിരുന്നു. ഞാനേ ജോസേട്ടനെ നിങ്ങൾ വന്ന വിവരം ഒന്ന് വിളിച്ചു പറയട്ടെ. ആ വണ്ടിയല്ല, അപ്പുറത്ത് കിടക്കണ കൊറോള. അതല്ല, അതിന്റെ അപ്പുറത്ത് കിടക്കണ വണ്ടി. ഇത് പറയണില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയ കയറിട്ടാൻ കേട്ടാ. ജോജേട്ടാ, ഇതൊക്കെ തന്നെയാണോ മെയിൻ പരിപാടി? അല്ലല്ല, എനിക്ക് പണി വേറെ ഉണ്ട് എന്റെ മോനെ. ഇത് നമ്മുടെ കസനാ ജോസേട്ടനെ. മൂപ്പനെന്ന് ബിസി ആയപ്പോ നിങ്ങളെന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞ എന്നെ പറഞ്ഞു വിട്ടതാ. ആ സീറ്റ് ബെൽറ്റൊക്കെ കിട്ടുമല്ലോ, പോലീസ് പിടിച്ചെങ്കിൽ പിന്നെ. പക്ഷെ എന്തിനും ബിൽഡിംഗ് ഒക്കെ ഇല്ല, ഭയങ്കര പൊക്കം കണ്ടില്ലേ ബിൽഡിങ്ങിന്റെ? ഈ റോഡൊക്കെ കണ്ടോ? എന്തൊരു മുട്ടൻ റോഡല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ ഇതൊന്നും അല്ല റോഡ്. പറയും നമ്മുടെ ടേൺ ബൈക്ക് എന്ന് പറഞ്ഞ റോഡുണ്ട് ഇവിടെ. റോഡാ. ശരി, നമ്മുടെ നാട്ടിലെ ഒരു 16 റോഡ് കൂടുതൽ വീതി കണ്ടു. അതിലുദ്ദേശിച്ച് എത്ര കാറൊക്കെ പോവച്ചേ? കാറൊന്നും ആരെണ്ണണ് ഇങ്ങനെ ഷൂന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതൊരു സെക്കൻഡിൽ ഒരു 50-100 കാറ് വരെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരാൾക്ക് ഉദ്ദേശിച്ച് എത്ര കാറുണ്ടാവും? ഒരാൾക്ക് ഒരു കാറേ കാണുള്ളൂ. പിന്നെ ആൾക്കാര് വഴി കൂടെ ഒന്നും നടക്കത്തൊന്നുമില്ല. വഴി നടന്ന വണ്ടി അടിച്ചാകില്ലേ, ഇങ്ങനെയല്ലേ പോണേ. കാറല്ല പിന്നെ ചുറുന്ന് വണ്ടി പോണ പോലല്ലേ. അപ്പൊ അതിനിടയ്ക്ക് നടക്കാൻ പോയാ തട്ടിയിട്ടിട്ട് പോയെങ്കിലുണ്ടല്ലോ വല്ലവരും അറിയോ. അതുകൊണ്ട് പേടിച്ചിട്ട് ആൾക്കാര്. പിന്നെ നടക്കാൻ സൈഡിൽ കിട്ട സ്ഥലമുണ്ട്, അതിന് സൈഡ് വാക്ക് എന്ന് പറയും. അത് ശരി, അതേ നടക്കണം. പഠിച്ചാട്ടാ സൈഡ് വാക്ക്, അങ്ങനെ പറയണം. സൈഡിൽ കൂടെ നടന്നില്ലെങ്കിലുണ്ടല്ലോ. ഇതൊക്കെ നമുക്കിങ്ങനെ പലതും പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾ വന്നല്ലേ ഉള്ളൂ. നിങ്ങൾ സൈഡ് വാക്ക് അല്ലാതെ വേറെ എന്നൊക്കെ ഉണ്ട് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഡോണ്ട് വാക്ക് അങ്ങനെ പറയും. പിന്നെ അത് നടക്കരുത് എന്നുള്ളതാ. പറഞ്ഞു ചോദിച്ചു. ഞാൻ കുറച്ചു നേരം കൊണ്ട് ഇവിടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു മദാമയെ കാണുന്നില്ല. മദാമനെ കാണാം. അത് ചൂട് വരുമ്പോൾ ഇവര് ചെറിയ നിക്കറ് കൊണ്ടിച്ചാണ്. അങ്ങനെ മാല കാണാം, നല്ല കാണാം കേട്ടോ. ഇതാണ് സിഗ്നൽ ലൈറ്റ്. നമ്മുടെ നാട്ടിലെ ടൗണിൽ കിട്ടിയാലൊക്കെ ഉള്ളൂ. അതാ ഇവിടെ പോലീസുകാരില്ലയോ? ഇങ്ങനെ ഉണ്ട്. പോലീസുകാര് നല്ല മിടുക്കന്മാരല്ല. ഈ ട്രാഫിക് പോലീസ് ഇല്ല, അത് വളരെ കുറച്ചേ ഉള്ളൂ. എല്ലാ അത്യാവശ്യം പാർട്ടി പരിപാടിയൊക്കെ വരുമ്പോ ഒരു പോലീസുകാരൻ നടുക്കിറക്കി നിന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കും, അങ്ങോട്ട് പോകാൻ കാണിക്കും. അത്രേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനത്തെ ചീപ്പ് ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. അതിനാ ഈ ലൈറ്റ്. ഇതുണ്ടോ, ഇപ്പൊ പച്ച വന്നപ്പോ നമ്മൾ എടുക്കാം. അല്ല, അതൊന്നും നാട്ടിൽ പച്ചയില്ലടോ. നാട്ടിൽ പച്ചയാണോ?
പെട്ടി അങ്ങോട്ട് വെച്ചോ കേട്ടോ. അത് ഇവിടെ എവിടെയെങ്കിലും വെച്ചോ. അപ്പം ഇതാണ് നിങ്ങളുടെ ഗസ്റ്റ് ഹൗസ്. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കിച്ചൺ, ഇവിടെ ബാത്റൂം. പിന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 2 മണിക്കൂറിനുള്ളിൽ ജോസണിങ് വരും. കൂടെ നേഴ്സിംഗ് സൂപ്രണ്ട് മിസ്റ്റർ റിച്ചാർഡും കാണും. അദ്ദേഹത്തിന് നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നാളെ തന്നെ ജോലി തുടങ്ങാം. അതുകൊണ്ട് ഈ വേഷം ഒന്നും മാറ്റണ്ട. അങ്ങേര് വന്നിട്ട് പോയതിനു ശേഷം മാറ്റിയാൽ മതി. അപ്പൊ പിന്നെ ഞാനൊന്ന് പോട്ടെ, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ പിന്നെ എല്ലാവിധ ആശംസകളും. ഒത്തിരി താങ്ക്സ്. ഓക്കെ, ശരി എന്നാ. ഇരുന്നോ. ഇതേതാ പന്ന സ്ഥലം എന്ന് തോന്നുന്നു. ഒരു മദാമെ പോലും കാണുന്നില്ല. അവള് കുഴപ്പമില്ല. എവിടെ പട്ടി കൊണ്ടുവരാ? അയ്യേ, അവളാ പട്ടിയുടെ അപ്പിയായിരുന്നു. വല്ല ചെടിക്ക് വളമിടാനായിരിക്കും. ചാണകം വരുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ചെടിക്ക് വളമായിട്ടിട്ട എന്റെ അമ്മ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. ഇവന്മാരല്ലേ ഒരു സാധനം വെറുതെ കളയത്തില്ല. നീ അതൊക്കെ വിട്, എനിക്ക് നല്ല വിശപ്പുണ്ട്. അല്ല, നീ ഇതൊക്കെ കൂടെ ഊരാൻ പോണ? കഴുത്തിൽ ഈ പണ്ടാരെല്ലാം കൂടെ കുത്തിക്കയറ്റി മനസ്സമാധാനായിട്ടൊന്ന് മുള്ളാനോ കഴിക്കാനോ സാധിച്ചിട്ടില്ല. എനിക്ക് ഇതെല്ലാം ഒന്ന് ഊരിക്കളഞ്ഞിട്ട് വേണം ഒന്ന് ലാവിഷായിട്ട് കുളിക്കാൻ. അല്ല, മറ്റെങ്കിലും നമ്മുടെ റിച്ചാർഡ് പദ്ധതില്ലേ? അങ്ങ് 2 മണിക്കൂർ കഴിഞ്ഞല്ലേ വരുള്ളൂ. ശരിയാണല്ലേ. ഉണ്ടായിരുന്ന 2 സിഗരറ്റും പൊട്ടിപ്പോയില്ല, അതും പോയി.